എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്ന മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എന്നാൽ പിന്നെ കുറച്ച് പെരുന്നാൾ വിശേഷങ്ങളായാലോ. അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളിവിടെ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്രണ്ടിൻ്റെ വീട്. തൊട്ടടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നത് ഷിജിലിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. ബിരിയാണി കഴിച്ചിന്ന് ഞങ്ങൾ അർമാദിക്കാൻ പോവാണ്. സോ നോട്ട് ദി പോയിന്റ്. കാർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ എടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പിന്നെ വന്നു. ഇടുക്കിക്കാർക്കും വയനാട്ടുകാർക്കും ഒരുപോലെ അഹങ്കരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എവിടെ നോക്കിയാലും നല്ല അടിപൊളി സീനറിയും അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും കിട്ടിലോ കിട്ടില്ല. പറഞ്ഞ സമയത്തിൽ നിന്നും ഒരു അരമണിക്കൂർ വൈകിയാണെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ കൃത്യസമയത്തെത്തി വെൽക്കം ഡ്രിങ്ക് കഴിച്ചു. ഫുഡിൻ്റെ മെയിൻ പരിപാടിയിലോട്ടങ്ങ് കടന്നു. ചിക്കൻ ബിരിയാണിയും കുഴിമന്തിയും ബീഫ് റോസ്റ്റും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. വയറൊക്കെ പൊട്ടാറായിട്ടാണ് എഴുന്നേറ്റത്. ശരിക്കും രാവിലെ എഴുന്നേറ്റ് കൃത്യസമയമാകുമ്പോഴത്തേക്കും ഇത്രയും ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് ആദ്യം അഭിനന്ദിക്കേണ്ടത്. അതൊക്കെ ചെയ്ത് നമ്മൾ റെസ്റ്റിലാട്ടോ. ശരിക്കും പേരെന്താന്ന് പറഞ്ഞു? അങ്ങനെ ഐഷുമാനോട് കഥയൊക്കെ പറഞ്ഞ് അവിടെയുള്ളവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടു. ഞങ്ങൾ എല്ലാ ഫുഡൊക്കെ കഴിച്ച് ഡെസ്റ്റിനേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പോയത് മുട്ടിലാണ്, രണ്ടാമത്തെ ആളിരിക്കുന്ന കൽപ്പറ്റയിലും. അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഞങ്ങൾ അവിടത്തേക്കുള്ള സ്നാക്സ് ഒക്കെ മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടാണ് സ്നാക്സ് മേടിച്ചത്. ഇനി പോകാൻ പോകുന്നതോടെ നല്ല 3 പിള്ളേരുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ നെസ്റ്റോ കയറിയിട്ട് അവർക്ക് വേണ്ട സ്വീറ്റ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. എപ്പോഴും അത്യാവശ്യം തിരക്കുള്ള നെസ്റ്റോ. പെരുന്നാളായതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. കുറച്ച് പിള്ളേരുണ്ട്. ഈ പെരുന്നാളിന് കിട്ടുന്ന പൈസയൊക്കെ അപ്പം തന്നെ ചിലവാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവും. പെരുന്നാൾ വീട്ടിലോട്ട് മാത്രമല്ല കേട്ടോ, വേറെ 2 കുറിപ്പുകൾ ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞു. എപ്പോൾ വയനാട്ടിൽ ലാൻഡ് ചെയ്താലും ഫസ്റ്റ് അങ്ങോട്ടേക്ക് എത്തണം എന്നുള്ള ഓർഡർ ആയിരുന്നു അവരുടെ അടുത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഇന്നിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ ദീദീനെയും ചീച്ചുവിനെയും കൊല്ലുമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടവർ. ക്ഷീണത്തിലായിരിക്കുമല്ലേ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്? തൊട്ട് മുന്നേ പോയ വീട്ടിൽ നിന്ന് നല്ലോണം കഴിച്ചതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്കും വയറ്റിലൊരു തുള്ളി സ്ഥലമില്ല കേട്ടോ. പെരുന്നാളിൻ്റെ നാട്ടിലുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്വന്തം ഷാജിഖാൻ്റെ വീട്. ത്രിമൂർത്തികളിലെ 3ാമനായിട്ടുള്ള ഗോകുലിനെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ അഹങ്കാരമായാലോ. പുള്ളിയുടെ വീട് റിനോവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പാഞ്ഞു പോകുന്നത് വേറെ ഇങ്ങോട്ടല്ല, നേരത്തെ പറഞ്ഞ നമ്മുടെ ചിവിട്ടളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നല്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ തന്നെ. വയനാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോകേണ്ടത് അവരുടെ അടുത്തേക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൊലപാതകം അവരെ കൈ കൊണ്ടായിരിക്കും. ഇവരെത്ര വലുതായാലും നമുക്ക് ഇവർ ചെറിയ പിള്ളേർ തന്നെയല്ലേ. എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരേ വികാരമായിരിക്കും അത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത പോലെ നമ്മുടെ ചേച്ചിയുടെ പിള്ളേരെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ തന്നെയല്ലേ. അങ്ങനെ പിള്ളേരെ അമ്മയും കൂട്ടി അവരുടെ ലിസ്റ്റിലുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിക്കും. ഹായ് പറ എല്ലാവരും. ഹായ് അത് പറ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറ. അതും 5 മിനിറ്റ് കൂടുള്ളൂ. വീഡിയോ എടുത്തു. യെസ് പറയൂ. എന്താ ഗൈസിനോട് പറയാനുള്ളത്? താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇലകളിലൊക്കെ കാണുന്നുണ്ട് അല്ലേ? പറയൂ. നമ്മളിപ്പോ പോകുന്നത് ഓഫ് റോഡിലൂടെയാണ്. ഷിജിലിന്റെ ഫ്രണ്ടിന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി പോവായിരുന്നു. അതൊരു ഓഫ് റോഡ് റൈഡ് ആയിപ്പോയി. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ ലിസ്റ്റിലുള്ള ഫസ്റ്റ് പാർക്കിൽ നമ്മൾ ചുണ്ടയിൽ നിന്ന് വൈത്തിരിക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പ്രതീക്ഷിച്ച പോലെ എല്ലാ ആക്ടിവിറ്റീസും അവിടെ ഓപ്പൺ അല്ലായിരുന്നു. ഓപ്പൺ ആയ ആക്ടിവിറ്റീസിൽ ഇവരുടെ ഏജ് ലിമിറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂഡ് മൊത്തം പോയിട്ടോ. പിന്നെ കാണുന്ന ഫോട്ടോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫേസ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും താല്പര്യമില്ല, എന്നാലും എന്നെ വിട്ട് നിൽക്കുകയില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ മൂഡ് പോകാൻ ചെറിയ കാര്യം മതി. ഈ ഒരു പ്രായത്തിലെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. പക്ഷെ ആമി ആ ഒരു ഏജിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് അത്ര ഓർമ്മയില്ല അമ്മയുടെ കേസിൽ. പക്ഷെ അതിൻ്റെ മൂഡ് ഇഷ്യൂസൊക്കെ നല്ല രസമാട്ടോ. ചെറിയ കാര്യം മതി, അതുപോലെ ചെറിയ കാര്യം മതി മൂഡൊക്കെ മാറാൻ. ഞാൻ പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഈ മൂഡൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ആളിങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യും കേട്ടോ. അതൊക്കെയാണ് എൻ്റെ ഹോബീസ്. അങ്ങനെ പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാനോ കാണാനോ ഇല്ലാത്ത ഒരു പാർക്കിൽ നിന്നും ഞങ്ങൾ വേഗം പോകുന്നുണ്ട്. ചേട്ടൻ്റെ റിസോർട്ടിലെത്തി. ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സ്പൈസ് ഫുഡ് റിസോർട്ടാട്ടോ അത്. അന്ന് എനിക്ക് ഇതിൻ്റെ പ്ലേയിങ് ഏരിയ കാണിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ കുറച്ച് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്
ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ടോയെന്ന്. അതുകൊണ്ടാണ് അതുകൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അതിൻ്റെ മൂഡ് ഇഷ്യൂസ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. ബൈ.